കോൺഗ്രസിന് അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങാതെ പത്മജ നേതൃത്വമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. കെ.സി. വേണുഗോപാലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച നേതാക്കൾക്ക് പദവികൾ നൽകിയതും കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോയതുമാണ് പത്മജയുടെ അതൃപ്തിക്ക് കാരണം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും അനുനയ ശ്രമങ്ങൾക്കൊന്നുമില്ല പത്മജ വേണുഗോപാൽ, ഇനി ആ ഒരു തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തന്നെയാണല്ലേ? പത്മജ എവിടെയാണ് ഇത് അറിയോ? ഹാഷ്മി, പത്മജ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഹാഷ്മി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. പത്മജ വേണുഗോപാൽ, അതായത് അനിൽ കെ ആന്റണി BJP-യിൽ ചേർന്നപ്പോൾ പത്മജ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അനിൽ കെ ആന്റണി വിഷയത്തിൽ ഒന്നും പറയേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അനിൽ കെ ആന്റണി പോയത് നിസ്സാരമായി കാണാവുന്ന ഒരു പ്രശ്നമല്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ മകനാണ്. കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. അങ്ങനെ പോകുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ. പക്ഷേ അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം: ഒരു കുടുംബമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും. അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വിഷമങ്ങൾ പലർക്കുമുണ്ട്. അതൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ. അനിൽ കെ ആന്റണി പോയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയെടുത്തേ മതിയാകൂ. കഴിഞ്ഞ വർഷം ഏപ്രിൽ 7-നാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി തന്നെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ എപ്പോഴൊക്കെ അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കെ കരുണാകരൻ കൈപിടിച്ചുയർത്തിയ നേതാക്കളെല്ലാം തന്നെ തനിക്കെതിരെ പിന്നീട് തിരിഞ്ഞൊരു കാര്യവും അവർ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കെ കരുണാകരന്റെ സ്മാരക മന്ദിരവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ തൃശ്ശൂരിൽ സംഭവിച്ചു. ഇതിനെല്ലാം തന്നെ നേതൃത്വത്തിനെതിരെ പലപ്പോഴും പരാതിപ്പെട്ടിരുന്നു. ഇതിലെല്ലാം തന്നെ നേതൃത്വം ഈ പരാതികളെല്ലാം അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ തനിക്ക് വലിയ മനപ്രയാസമുണ്ടാക്കി എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പല ഘട്ടങ്ങളിലും പരസ്യമായി തന്നെ പറഞ്ഞിരുന്നത്. മാത്രമല്ല 2004 മുകുന്ദപുരത്തും പിന്നീട് തൃശ്ശൂരും മത്സരിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് പലരും കാലുവാരി. ഇവർക്കെല്ലാം തന്നെ നേതൃത്വം കൃത്യമായി സ്ഥാനങ്ങൾ, പദവികൾ നൽകിയതും ഈ ഒരു തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിനെ ഏത് നിലയിൽ ഇനി അനുനയിപ്പിക്കണമെന്നൊരു ആലോചന, തിരക്കിട്ട ചർച്ചകൾ ഹൈക്കമാൻഡ് ഭാഗത്തടക്കം നടക്കുന്നുണ്ട്. ഇന്നലെ കെ.സി. വേണുഗോപാലുമായി പത്മജ വേണുഗോപാൽ സംസാരിച്ചു. ഈ പരാതികളെല്ലാം തന്നെ കെ.സി. വേണുഗോപാലിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ നേതൃത്വമായി ഒരു നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ സന്നദ്ധത അറിയിച്ചെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തയ്യാറായില്ല പത്മജ വേണുഗോപാൽ. എന്തായാലും ഫോണിൽ ഇരുവരുമായി സംസാരിച്ചു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചു, മറ്റ് നേതാക്കളുമായി സംസാരിച്ചു. അപ്പോഴെല്ലാം തന്നെ ഈ പരാതികൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ലീഗിനും നൽകാനുള്ള ധാരണയായതുകൊണ്ട് തന്നെ രാജ്യസഭയിലേക്കുള്ള വഴിയും അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായ പരിഗണന തനിക്ക് പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഈ തീരുമാനത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും BJP-യിലേക്ക് പോകുന്ന കാര്യത്തിൽ നിന്നും ഒരു മാറ്റിച്ചിന്ത എന്തായാലും ഇനി പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തും ഉണ്ടാകില്ല. 2 ആഴ്ച മുമ്പാണ് പത്മജ വേണുഗോപാൽ BJP നേതൃത്വവുമായി സംസാരിച്ചത്. കെ സുരേന്ദ്രനുമായും അതോടൊപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായും BL സന്തോഷുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷമാണ് ഇത്തരമൊരു ഡൽഹി യാത്രയും പിന്നീട് BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്തായാലും JP നദ്ദയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇന്ന് ശരി. എന്തായാലും ജനകീയ കോടതിയിൽ പറഞ്ഞ കാര്യം പറഞ്ഞ ഒരു മാസം മുമ്പാണ്. ഇത് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് BJP-യിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് തീരുമാനമാവുന്നെങ്കിൽ ഒരു മാസം മുമ്പ് പറഞ്ഞ് ഇന്നലെ പറഞ്ഞതിനേക്കാൾ വലുതല്ലോ അല്ലേ? മാത്രമല്ല അതിന് മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പൊ നിതിൻ അംബുജൻ പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണെന്ന് പറയുകയല്ല, പക്ഷേ അങ്ങനെയുള്ളവരും